ഹായ്, നമസ്കാരം. സ്വരൂപാണ്. നമ്മൾ ആക്ച്വലി ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോണത് നവരയെ കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാലോ, നവര അരി എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ വിവിധ ഘട്ടങ്ങളിൽ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഈ നവര എന്നുള്ളത്. പക്ഷെ നവരയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലാണല്ലോ നവരയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഷഷ്ടിക ശനി എന്നാണ് നവരയുടെ വേറൊരു പേര്. നവരക്കിഴി, നവരക്കഞ്ഞി, നവരത്തേപ്പ് പോലുള്ള നിരവധിയായിട്ടുള്ള ആയുർവേദ ചികിത്സാ രീതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നവരയെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മളുടെ മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന നവര ബഹുഭൂരിപക്ഷവും എന്ന് തന്നെ പറയണം. കാരണം അതല്ല, നവരയല്ല. നവര എന്ന പേരിൽ പലപ്പോഴും അത് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ അത്രയും ഷാർപ്പായിട്ട് പറയുന്നത് കൊണ്ട് കേൾക്കുന്ന ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷെ റിയാലിറ്റി ഈസ് റിയാലിറ്റി. നവര എന്ന പേരിൽ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ബഹുഭൂരിപക്ഷം നവരയും നവരയല്ല. കാരണം നവര GI ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ള GI ടാഗഡ് ആയിട്ടുള്ള ഒരു നെല്ലിനമാണ്. നവരയെ സംബന്ധിച്ചിടത്തോളം കറുത്ത തൊണ്ടോട് കൂടിയ ഒരു നെല്ലിനമാണ്. ഏതാണ്ട് 60-75 ദിവസത്തിനിടയിൽ മൂപ്പുള്ള ഷഷ്ടികശാലി എന്നാണ് നവരയുടെ പേര്. രണ്ട് തരത്തിലാണ് നവരയാണ്. ഒന്ന് ചുവപ്പ് നവരയും മറ്റൊന്ന് കറുപ്പ് നവരയും, അല്ലെങ്കിൽ വെള്ള നവരയും മറ്റൊന്ന് കറുപ്പ് നവരയാണുള്ളത്. ഈ കറുപ്പ് നവരയാണ് കൂടുതൽ പാലക്കാട് കൃഷി ചെയ്ത് വരുന്നത്. നമ്മൾ കണ്ടിട്ടുള്ളത് കൂടുതലും കറുത്ത നവര കൃഷി ചെയ്യുന്നതാണ്. വളരെ ചുരുക്കം കൃഷിക്കാർ മാത്രമാണ് നവര കൃഷി ചെയ്യുന്നത്. പാലക്കാട് ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശത്തിനാണ് നവരയ്ക്ക് ഭൗമസൂചിക പദവി കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ നമ്മളുടെ നവര കൃഷിയെക്കുറിച്ചും നവരയെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടായിരുന്നു ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നവര സാധാരണ നിലയിൽ നടിയിലാണ്, ട്രാൻസ്പ്ലാന്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. വിത്ത് ബെഡ് ഫോം ചെയ്ത് വിത്ത് പറിച്ച് നടലാണ്. കൊയ്ത്ത് ആദ്യഘട്ടങ്ങളിൽ ആളെ ഉപയോഗിച്ച് കൊയ്യലായിരുന്നു. പക്ഷെ ഇപ്പൊ പൂർണ്ണമായിട്ട് നമ്മൾ ഈ പറയുന്ന കൊയ്ത്ത് യന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് കൊയ്യുന്നത്. അപ്പൊ നമ്മൾ കൊയ്യുന്നതിന് മുൻപായിട്ട് ആദ്യം അതിന്റെ ടാങ്ക് എല്ലാം വളരെ ക്ലിയറായി ക്ലീൻ ചെയ്ത് മാറ്റി അതിനുശേഷം നമ്മൾ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൊയ്യുന്ന ശേഷം നെല്ലെടുക്കുന്നു. ഇല്ലെങ്കിൽ കലർപ്പുണ്ടാവുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. കൊയ്യുമ്പോൾ വേറെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അതിന്റെ എയറിന്റെ അളവ് കുറച്ച് വെക്കണം. കാരണം മറ്റേ ഇപ്പോൾ ഉമയോ അല്ലെങ്കിൽ ജ്യോതിയോ പോലുള്ള നെല്ലിന്റെ അത്രയും കനം നവരക്കില്ല എന്നുള്ളത് കൊണ്ട് ഇത്തിരി അതിന്റെ എയർ കുറച്ച് വെച്ചിട്ട് ബ്ലോവിന്റെ സ്പീഡ് കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുക. അങ്ങനെ ചില കാര്യങ്ങൾ കൊയ്ത്ത് യന്ത്രക്കാർ നമുക്ക് ചെയ്തു തരാറുണ്ട്. അങ്ങനെ കൊയ്തെടുത്ത നവര റബ്ബറൈസർ മെഷീനിലാണ് നമ്മൾ രണ്ട് റബ്ബർ റോളുകളുടെ ഇടയിലൂടെ, രണ്ട് റബ്ബർ റോളർ ഉണ്ടാവും, അതിന്റെ ഇടയിലൂടെ നെല്ല് വീഴുന്ന സമയത്ത് അതിന്റെ തൊണ്ട് മാത്രമാണ് കളയുന്നത്. തവിട് കളയുന്നില്ല. തവിട് നിലനിർത്തിക്കൊണ്ട് തൊണ്ട് കളഞ്ഞിട്ടാണ് എടുക്കുക. ചിലപ്പോൾ ഒരു 1-2 പ്രാവശ്യം നമുക്കത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ട് റബ്ബറൈസർ റോളറിന്റെ ഇടയിലൂടെ ഈ നെല്ല് വീഴുന്ന സമയത്ത് അതിന്റെ തൊണ്ട് മാറുകയും അരി സെപ്പറേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാനായിരുന്നു നമ്മൾ ചെയ്തത്. നമ്മൾ ഈ റബ്ബറൈസർ റോളർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അരിയാക്കി മാറ്റിയിട്ടുള്ള അരി, ഇതിപ്പോൾ നമ്മൾ ട്രൈവൺസ് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അരി കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. അപ്പോൾ ഇതാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇതാണ് അവരെ അരിയുടെ ഒരു രീതി പറയുന്നത്. ഏതാണ് ഇങ്ങനെ ഉണ്ടാവുക. ഇത്രയും ചുവപ്പുണ്ടാവും. അത് പൂർണ്ണമായി 100% തവിട് നിർത്തിയിട്ടുള്ള അരിയാണ്. അപ്പം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ നമ്മളിതിൻ്റെ നെല്ലും കൃഷി രീതിയും അരിയും എല്ലാം കാണിച്ചിരുന്നല്ലോ. അപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ആളുകളോട് അല്ലെങ്കിൽ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, പറ്റിക്കപ്പെടാതിരിക്കുക. നല്ല നവര കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നവര ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിപ്പോൾ നവരക്കിഴിക്കോ നവരക്കഞ്ഞിക്കോ വേണ്ടി മാത്രമല്ല കേട്ടോ, സാധാരണ ദിവസങ്ങളിലും നവര കഞ്ഞി വെച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒരുപാട് അതിൻ്റെ ആരോഗ്യ വശങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങുന്ന സമയത്ത് സോഴ്സ് ട്രേസബിൾ ആയിട്ടുള്ള നല്ല അരി വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പറ്റിക്കപ്പെടാതിരിക്കുക. കാരണം സർവത്ര മായമാണ് എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഇത്ര നേരം എന്നെ കേട്ട എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു.